IPL ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അവിശ്വസനീയമായ പോരാട്ടത്തിനൊടുവിൽ ഇതാ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് നാണം കെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേരെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ധർമ്മശാലയിലെ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ടോസ് നേടി RCBയെ ബാറ്റിംഗിന് അയക്കാൻ തീരുമാനിച്ച ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ കണക്കുകൂട്ടലുകളെല്ലാം വെറും നിമിഷങ്ങൾക്കുള്ളിലാണ് തകർന്നടിഞ്ഞത്. പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 254 റൺസ് അടിച്ചുകൂട്ടിയ RCB ഗുജറാത്തിന്റെ വമ്പൻ ബോളിംഗ് നിരയെ സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണുകളിലേക്കും അടിച്ചുപറത്തുകയായിരുന്നു. ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ ബാറ്റിംഗ് വിരുന്ന് കണ്ട് കാണികൾ പോലും അമ്പരന്നു പോയ മത്സരത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിനെ വെറും 162 റൺസിന് എറിഞ്ഞൊതുക്കിയാണ് RCB ഈ മാസ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ ഒന്നാം ഓവർ മുതൽക്കേ RCB ബാറ്റ്സ്മാൻമാർ തങ്ങളുടെ ആക്രമണ ശൈലി എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഓപ്പണർമാരായ വെങ്കിടേഷ് അയ്യരും വിരാട് കോഹ്ലിയും ചേർന്ന് ഗുജറാത്ത് ബൌളർമാർക്കെതിരെ അതിശക്തമായ തകർത്തടിയാണ് നടത്തിയത്. വെങ്കിടേഷ് അയ്യർ വെറും 7 പന്തുകളിൽ നിന്ന് 3 ഫോറുകളും ഒരു സിക്സറുമടക്കം 270-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 19 റൺസ് അടിച്ചുകൂട്ടി പവർ പ്ലേയിൽ ടീമിന്റെ സ്കോർ വേഗത്തിൽ ഉയർത്തി. കാഗിസോ റബാഡയുടെ പന്തിൽ ശുഭ്മൻ ഗില്ലിന് ക്യാച്ച് നൽകി വെങ്കിടേഷ് അയ്യർ പുറത്താകുമ്പോഴേക്കും RCB കളി കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് ക്രീസിലെത്തിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സിന്റെ വേഗത ഒട്ടും കുറയാതെ മുന്നോട്ട് നയിച്ചു. കോഹ്ലി 25 പന്തുകളിൽ നിന്ന് 5 ഫോറും ഒരു സിക്സറുമടക്കം 43 റൺസ് നേടി മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് മടങ്ങിയത്. ജേസൺ ഹോൾഡറുടെ പന്തിൽ ക്ലീൻ ബോൾഡാവുകയായിരുന്നു കോഹ്ലി. തൊട്ടുപിന്നാലെ 19 പന്തിൽ നിന്ന് 30 റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കലിനെയും ജേസൺ ഹോൾഡർ പുറത്താക്കിയതോടെ ഗുജറാത്ത് മത്സരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തോന്നിച്ച നിമിഷമായിരുന്നു അത്. RCB സ്കോർ 100-ലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെയാണ് ഈ മത്സരത്തിന്റെ ഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ച രജത് പട്ടിദാറിന്റെ ഇന്നിംഗ്സ് ആരംഭിക്കുന്നത്. RCBയുടെ നായകൻ ക്രീസിലേക്ക് എത്തിയതോടെ കളിയുടെ ചിത്രം പാടെ മാറിമറിഞ്ഞു. ഗുജറാത്ത് ബൌളർമാരെ ഒരു ദയയുമില്ലാതെ പ്രഹരിക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ധർമ്മശാല സാക്ഷ്യം വഹിച്ചത്. വെറും 33 പന്തുകൾ മാത്രം നേരിട്ട രജത് പട്ടിദാർ 9 കൂറ്റൻ സിക്സറുകളുടെയും 5 മനോഹരമായ ബൌണ്ടറികളുടെയും അകമ്പടിയോടെ 93 റൺസാണ് അടിച്ചുകൂട്ടിയത്. 280-ലധികം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത പട്ടിദാറിനെ തളയ്ക്കാൻ ഗുജറാത്ത് നിരയിലെ ഒരു ബൌളർക്കും സാധിച്ചില്ല. പട്ടിദാറിന് ശക്തമായ പിന്തുണയുമായി മധ്യനിരയിൽ കൃണാൽ പാണ്ഡ്യയും തകർത്തടിച്ചു. 28 പന്തുകളിൽ നിന്ന് 5 ഫോറുകളും 2 സിക്സറുകളും അടക്കം 43 റൺസാണ് കൃണാൽ പാണ്ഡ്യ ടീം സ്കോറിലേക്ക് സംഭാവന ചെയ്തത്. പട്ടിദാറും കൃണാലും ചേർന്ന് പടുത്തുയർത്തിയ സഖ്യം ഗുജറാത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തുകളഞ്ഞു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ ടിം ഡേവിഡ് 4 റൺസിന് പുറത്തായെങ്കിലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജിതേഷ് ശർമ്മ വെറും 5 പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സറുമടക്കം 300 സ്ട്രൈക്ക് റേറ്റിൽ 15 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നതോടെ RCBയുടെ സ്കോർ റോക്കറ്റ് വേഗത്തിലാണ് കുതിച്ചത്. അങ്ങനെ നിശ്ചിത 20 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന ഭീമാകാരമായ സ്കോറാണ് RCB സ്വന്തമാക്കിയത്. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ഗുജറാത്തിനു വേണ്ടി ജേസൺ ഹോൾഡറും കാഗിസോ റബാഡയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയെങ്കിലും ഓവറിൽ ശരാശരി 12-ലധികം റൺസാണ് വഴങ്ങിയത്. പ്രസിദ്ധ് കൃഷ്ണ ഒരു വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് സിറാജും റാഷിദ് ഖാനും വിക്കറ്റുകളൊന്നും നേടാനാകാതെ വലിയ രീതിയിൽ റൺസ് വിട്ടുകൊടുത്തു. 255 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കം മുതൽക്കേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. RCBയുടെ ബൌളിംഗ് നിര കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ് ഗുജറാത്തിനെ സമ്മർദ്ദത്തിലാക്കി. വലിയൊരു സ്കോർ പിന്തുടരുമ്പോൾ പവർ പ്ലേ ഓവറുകളിൽ തകർപ്പൻ തുടക്കം അത്യാവശ്യമായിരുന്നുവെങ്കിലും ഗുജറാത്തിന്റെ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശുഭ്മൻ ഗില്ലിന് ഈ മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല. വെറും 7 പന്തുകൾ നേരിട്ട് 2 റൺസ് മാത്രമെടുത്ത ഗില്ലിനെ ഭുവനേശ്വർ കുമാർ ക്ലീൻ ബോൾഡാക്കിയതോടെ ഗുജറാത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമായി. ഓപ്പണറായി ഇറങ്ങിയ സായി സുദർശൻ 9 പന്തിൽ 3 ഫോറുകളടക്കം 14 റൺസ് എടുത്ത് നിൽക്കവെ ജേക്കബ് ഡഫിയുടെ പന്തിൽ വിചിത്രമായ രീതിയിൽ ഹിറ്റ് വിക്കറ്റായി പുറത്തായത് ഗുജറാത്തിന് വലിയൊരു തിരിച്ചടിയായി മാറി. മുൻനിര തകരുമ്പോഴും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലർ തന്റേതായ ശൈലിയിൽ അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിച്ചു. വെറും 11 പന്തുകളിൽ നിന്ന് 4 ഫോറുകളും 2 സിക്സറുകളുമടക്കം 260-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 29 റൺസ് എടുത്ത ബട്ട്ലറെ ജോഷ് ഹേസൽവുഡ് ബോൾഡാക്കിയതോടെ ഗുജറാത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കാൻ തുടങ്ങി. മധ്യനിരയിൽ ഇറങ്ങിയ യുവതാരം നിശാന്ത് സിന്ധുവിന് 3 പന്തിൽ 5 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. റസിക് സലാമിന്റെ പന്തിൽ റസിക്കിന് തന്നെ റിട്ടേൺ ക്യാച്ച് നൽകിയാണ് സിന്ധു മടങ്ങിയത്. തമിഴ്നാടിന്റെ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ 8 പന്തിൽ 8 റൺസ് എടുത്ത് നിൽക്കവെ ജേക്കബ് ഡഫിയുടെ പന്തിൽ ഹേസൽവുഡിന് ക്യാച്ച് നൽകി പുറത്തായി. തൊട്ടുപിന്നാലെ ക്രീസിലെത്തിയ വെസ്റ്റ് ഇൻഡീസ് താരം ജേസൺ ഹോൾഡർ നേരിട്ട 3-ാം പന്തിൽ റൺസൊന്നും എടുക്കാതെ റസിക് സലാമിന്റെ പന്തിൽ ഹേസൽവുഡിന് ക്യാച്ച് നൽകി മടങ്ങിയതോടെ ഗുജറാത്ത് ടൈറ്റൻസ് 6 വിക്കറ്റിന് 74 റൺസ് എന്ന അതീവ ഗുരുതരമായ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. മത്സരം പൂർണ്ണമായും RCBയുടെ കൈപ്പിടിയിലായ അവസ്ഥയായിരുന്നു അത്. തോൽവി ഉറപ്പായ ആ സാഹചര്യത്തിലാണ് ഗുജറാത്തിന്റെ ഫിനിഷർ രാഹുൽ തെവാദിയ ഇംപാക്ട് പ്ലെയറായി ക്രീസിലേക്ക് എത്തുന്നത്. ഒരു വശത്ത് വിക്കറ്റുകൾ തുടർച്ചയായി വീഴുമ്പോഴും
തെവാതിയ അസാമാന്യമായ പോരാട്ടവീര്യമാണ് പുറത്തെടുത്തത്. RCB ബൌളർമാരെ സിക്സറുകൾക്കും ഫോറുകൾക്കും പറത്തിക്കൊണ്ട് തെവാതിയ ഗുജറാത്തിന്റെ പരാജയഭാരം കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. 43 പന്തുകൾ നേരിട്ട തെവാതിയ 8 ബൗണ്ടറികളും 4 സിക്സറുകളുമടക്കം 68 റൺസാണ് അടിച്ചുകൂട്ടിയത്. പ്ലേ ഓഫ് മത്സരങ്ങളിൽ സമ്മർദ്ദമില്ലാതെ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് തെവാതിയ ഒരിക്കൽ കൂടി തെളിയിച്ചു. എന്നാൽ മറുവശത്ത് തെവാതിയയ്ക്ക് പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. ഓൾറൗണ്ടർ റാഷിദ് ഖാൻ 9 പന്തിൽ 8 റൺസ് എടുത്ത് ജേക്കബ് ഡഫിയുടെ പന്തിൽ ജിതേഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി പുറത്തായി. തകർപ്പൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ച രാഹുൽ തെവാതിയയെ ഒടുവിൽ ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ രജത് പട്ടിദാർ ക്യാച്ചെടുത്ത് പുറത്താക്കിയതോടെ ഗുജറാത്തിന്റെ അവസാന പ്രതീക്ഷയും അവസാനിച്ചു. വാലറ്റിത് കാഗിസോ റബാഡ 9 റൺസും മുഹമ്മദ് സിറാജ് 5 റൺസും എടുത്ത് കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ പുറത്തായി. പ്രസിദ്ധ് കൃഷ്ണ 6 റൺസോടെ പുറത്താകാതെ നിന്നു. അങ്ങനെ 19 ഓവറും 3 പന്തും പൂർത്തിയായപ്പോൾ 162 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിന്റെ എല്ലാ വിക്കറ്റുകളും നഷ്ടമായി. 92 റൺസിന്റെ കൂറ്റൻ വിജയമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത്. RCBക്ക് വേണ്ടി ബോളിംഗിൽ ജേക്കബ് ഡഫി തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. 4 ഓവറിൽ 39 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 പ്രധാന വിക്കറ്റുകളാണ് ഡഫി വീഴ്ത്തിയത്. ഭുവനേശ്വർ കുമാർ, റസിക് സലാം, കൃണാൽ പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഡഫിക്ക് കൃത്യമായ പിന്തുണ നൽകി. ജോഷ് ഹേസൽവുഡ് 1 വിക്കറ്റും സ്വന്തമാക്കി. ഈ ആധികാരിക വിജയത്തോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ മികച്ചുനിന്ന RCBക്ക് മുന്നിൽ ഗുജറാത്തിന് മറുപടിയില്ലായിരുന്നു. ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ ആ അവിശ്വസനീയമായ 93 റൺസ് ഇന്നിംഗ്സ് തന്നെയാണ് മത്സരത്തിന്റെ വിധി നിർണയിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രജത് പട്ടിദാറിനെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തു. തോറ്റെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസ് ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നില്ല. അവർക്ക് ഫൈനലിലെത്താൻ ഇനി ക്വാളിഫയർ 2 മത്സരത്തിലൂടെ ഒരു അവസരം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ RCB ആരാധകരോടാണ് ഇനി ചോദ്യം. പ്ലേ ഓഫ് ചരിത്രത്തിലെ ഈ വമ്പൻ റെക്കോർഡ് സ്കോറും തകർപ്പൻ വിജയവും കണ്ടിട്ട് ഈ സീസണിലെ IPL കിരീടം RCB തന്നെ തൂക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറും 33 പന്തിൽ 93 റൺസ് അടിച്ചുകൂട്ടി ഗുജറാത്ത് ബൌളർമാരെ അടിച്ചുപറത്തിയ ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ ഈ ഇന്നിംഗ്സ് ആണോ, അതോ ഗുജറാത്തിന്റെ മുൻനിരയെ തകർത്ത ജേക്കബ് ഡഫിയുടെ ബോളിംഗ് പ്രകടനമാണോ ഈ വിജയത്തിലെ യഥാർത്ഥ മാസ് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തോറ്റെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസ് ക്വാളിഫയർ 2 ശക്തമായി തിരിച്ചുവന്ന് ഫൈനലിൽ വീണ്ടും RCBയെ നേരിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രവചനങ്ങളും അഭിപ്രായങ്ങളും ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.